ഇന്നിപ്പോൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹൽവ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം, അതും ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബീട്രൂട്ട് നമുക്ക് മിക്സിയിൽ അടിച്ച് നല്ല ചാറ് പരിവാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പുമാണ്. വേറെ എന്തൊക്കെ ഹൽവയിൽ ഇടണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ അത് തന്നെ ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺഫ്ലവർ വേണം. അപ്പോൾ കോൺഫ്ലവർ ഒരു പാത്രത്തിൽ 2 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബീട്രൂട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ബീട്രൂട്ടിന് 2 സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. അത് വെള്ളത്തിൽ നല്ലോണം ചാലിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് സോസ് പാൻ എടുത്ത് അതിനകത്ത് നമുക്ക് ഹൽവയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ലൈന് നന്നായിട്ട് തിളച്ച് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടിൻ്റെ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നല്ലോണം എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെട്ടി തിളക്കുന്ന രീതിയിൽ വരണം. ആ ടൈമിൽ നമുക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ പൊടി നമ്മൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കോൺഫ്ലവർ പൊടി കലക്കിയ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എന്തോരം ഏലക്ക വേണമോ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച് ജെല്ല് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. നന്നായി വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കാഷ്യൂനട്ടും ഈന്തപ്പഴവും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹൽവയിൽ നമുക്ക് ഇടാൻ ഇഷ്ടമുള്ളതൊക്കെ ആ ടൈമിൽ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു നല്ല ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറോളം പുറത്ത് വെച്ചിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഈവനിങ് ആണ് ഇത് എടുക്കുന്നത്. ഈവനിങ് ആയപ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹൽവ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നതും ഒരുപോലെ ഉണ്ട്. ടേസ്റ്റും അതെ അങ്ങനെ തന്നെ. നമുക്ക് ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് ഹൽവയുടെ ടേസ്റ്റ് എങ്ങനെയാണോ അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വരുന്നത് വരെ ബായ്.